അമേരിക്കയിൽ ഇസ്രയേൽ വിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭം കത്തിപ്പടരുന്നുവെന്ന് ഞങ്ങൾ അമേരിക്കൻ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 300 വിദ്യാർത്ഥികളെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് നീക്കി. ലോസ് ആഞ്ചലസിൽ മുഖംമൂടി ധരിച്ച ഇസ്രയേൽ അനുകൂല സംഘം പാലസ്തീൻ അനുകൂല വിദ്യാർത്ഥി ക്യാമ്പിനെ ആക്രമിച്ചുവെന്നും വാർത്തയുണ്ട്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. മധു, ഈയിടെ നമ്മുടെ സ്പ്രെഡിങ് ജോയ് എന്ന പേരിൽ ജോയ് ആലൂക്കാസ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശനം കൊച്ചി നടക്കുന്നിടത്ത് പോയപ്പോഴേ അമേരിക്ക മുഴുവൻ മധു കൊട്ടാരക്കര അടക്കി പിടിച്ചിരിക്കുകയാണോ എന്ന് ജോയ് ആലൂക്കാസ് ചോദിച്ചു. ജോയ് ആലുക്കാസിന്റെ ബുക്ക് അമേരിക്കയിലും വ്യാപകമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കച്ചവടം പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ബുക്ക് ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നത് നന്നായിരിക്കും. അദ്ദേഹത്തിന്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം ഈ മീശ വേണ്ടാന്ന് തീരുമാനിച്ച കാര്യം. കടകളിൽ വരുന്ന ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി ആയിരിക്കണം, അതുകൊണ്ട് മീശ പിരിച്ച് നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ആദ്യം അദ്ദേഹം മീശ എടുത്തു. തൊഴിലാളികളുടെ മീശ എടുക്കാൻ പറയുന്നതിന് മുമ്പ് തന്നെ സ്വന്തം മീശ എടുത്തിട്ട് മീശരഹിതനായിട്ടാണ് ഈ ആവശ്യം അദ്ദേഹം ഉന്നയിച്ചത്. ചെറിയ കാര്യമല്ല അത്. കാരണം കസ്റ്റമർ ഈസ് ദ കിങ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ മീശ പിരിച്ച് കസ്റ്റമറിന് മുന്നിൽ ഒരു ജീവനക്കാരൻ നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് ആദ്യം മുതലാളി മീശ എടുത്തു, അത് കഴിഞ്ഞ് തൊഴിലാളികളുടെ ആവശ്യം ഉന്നയിച്ചു. അദ്ദേഹത്തിന് എല്ലാ സ്ഥാപനങ്ങളിലും മീശരഹിതരായ ജീവനക്കാരാണുള്ളത് എന്നുള്ളത് സന്തോഷപ്പെടുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും എസ്.കെ. അപ്പോൾ ഇനി മധു, ഏറ്റവും അമേരിക്കയെ നേരിടുന്ന ഏറ്റവും ആ പ്രതിസന്ധിയെക്കുറിച്ച്, പ്രത്യേകിച്ച് ക്യാമ്പസുകളിലൊക്കെ തന്നെ ഒരു ഇസ്രയേൽ വിരുദ്ധ സമരം, പാലസ്തീൻ അനുകൂലമായ പ്രക്ഷോഭം, ഇതൊക്കെ പടരുന്നത് അമേരിക്കയ്ക്ക് ഒട്ടും ഗുണകരമല്ല. തീർച്ചയായിട്ടും എസ്.കെ. കാര്യം 1960കളുടെ അവസാനം 70കളുടെ ഒക്കെ തുടക്കത്തിലെ വിയറ്റ്നാം യുദ്ധത്തിനെതിരെ അമേരിക്കയിലെ വിദ്യാർത്ഥികൾ നടത്തിയ ഒരു പ്രക്ഷോഭത്തിന് സമാനമായ രീതിയിലാണ് അമേരിക്കയിലെ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം ഓരോ ദിവസം കഴിയുന്തോറും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. എസ്.കെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോസ് ആഞ്ചൽസിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ ഇസ്രയേൽ അനുകൂല ഗ്രൂപ്പ് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ക്യാമ്പ് ആക്രമിച്ചതോടുകൂടി സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു. ഈ യൂണിവേഴ്സിറ്റി ക്ലാസ്സുകളൊക്കെ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഈ ലോസ് ആഞ്ചൽസിലെ മേയർ വാഷിംഗ്ടണിലേക്ക് പോവുകയായിരുന്നു. യാത്ര പകുതിക്ക് വെച്ച് റദ്ദാക്കി അദ്ദേഹം തിരികെ എത്തുകയും ചെയ്തു. യൂണിവേഴ്സിറ്റി ഓഫ് വിസ്കോൺസിൽ സമരക്കാരുമായി ഏറ്റുമുട്ടിയ പോലീസ് ഓഫീസേഴ്സിന് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതേസമയം ന്യൂയോർക്കിൽ വളരെ ഗുരുതരമായ ഒരു ആരോപണവുമായിട്ടാണ് ന്യൂയോർക്ക് മേയർ എറിക് ആഡംസ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഇസ്രയേൽ വിരുദ്ധ പ്രകടനത്തിൽ യൂണിവേഴ്സിറ്റിക്ക് പുറത്തു നിന്നുള്ളവർ നുഴഞ്ഞു കയറി എന്നാണ് മേയർ ആരോപിക്കുന്നത്. സ്ഥിരമായി പ്രക്ഷോഭം ഒരു തൊഴിലായി നടപ്പിലാക്കുന്നവരാണ് എന്നും അദ്ദേഹം പറയുന്നു. കറുത്ത വസ്ത്രം ധരിച്ച ഇവരുടെ വീഡിയോകൾ പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. പാലസ്തീൻ ഭീകര സംഘടനകളെയൊക്കെ ഒരു കാലത്ത് പിന്തുണച്ചതിന്റെ പേരിൽ അമേരിക്കയിൽ നിന്ന് നാട് കടത്തപ്പെട്ട സാമി അൽ അഴിയാന്റെ ഭാര്യയും ഈ പ്രക്ഷോഭകരുടെ കൂട്ടത്തിലുണ്ടെന്ന് മാധ്യമങ്ങളും പറയുന്നു. വിദ്യാർത്ഥികൾക്കൊപ്പം സമരം ചെയ്ത അധ്യാപകരെയും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. അതേസമയം വാഷിംഗ്ടണിൽ നിന്ന് വരുന്ന വാർത്ത, വാഷിംഗ്ടണിലെ US കോൺഗ്രസിൽ ഇസ്രയേൽ വിരുദ്ധ ഇതിനെ നിയന്ത്രിക്കുവാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിന് കുറെ കൂടെ വിശാലമായ ഒരു നിർവചനം ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു ബിൽ പാസ്സാക്കിയിട്ടുണ്ട്. 320ഓളം പേരാണ് ഈ ബില്ലിനെ അനുകൂലിച്ച് ഈ ബില്ല് ഇനി സെനറ്റിന്റെ അംഗീകാരത്തിനായി വിട്ടിരിക്കുകയാണ്. സംഘർഷം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുള്ള ന്യൂ ഓർലിയൻസ് അല്ലെങ്കിൽ വിസ്കോൺസിൻ, മാഡിസൺ, മിനിസോട്ട, ഇന്ത്യാന, ഫ്ലോറിഡ തുടങ്ങി അമേരിക്കയിലെ പ്രധാന യൂണിവേഴ്സിറ്റികളുടെ എല്ലാം മുമ്പിൽ തന്നെ സായുധ സേന നിലയുറപ്പിച്ചിട്ടുണ്ട്. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ പ്രധാന ആവശ്യം ഇസ്രയേലിന് സാമ്പത്തികമായി പിന്തുണ ലഭിക്കുന്ന കമ്പനികളിൽ ഈ യൂണിവേഴ്സിറ്റികൾ നിക്ഷേപം നടത്തുവാൻ പാടില്ല എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ച് ഇത് നടപ്പിലാക്കുവാൻ പ്രായോഗികമായി വളരെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും യൂണിവേഴ്സിറ്റി ഓഫ് വെർമണ്ട് ഇന്ന് അവരുടെ നിക്ഷേപങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. എസ്.കെ. ഇതുവരെ രാജ്യവ്യാപകമായി 1700-ൽ പരം വിദ്യാർത്ഥികളെയാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എസ്.കെ. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര.